ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 9 അതായത് നാളെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വോട്ട് ചെയ്യുവാനായി കയ്യിൽ കരുതേണ്ട രേഖകളും പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കുന്നത് മുതൽ വോട്ടിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വരെയുള്ള നടപടിക്രമങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വോട്ട് ചെയ്യുന്ന മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി വോട്ട് ചെയ്യാൻ എന്ത് വേണമെന്ന് നോക്കാം. വോട്ടർ ID കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ നൽകിയ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, പൊതുമേഖലാ ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളും നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, പാൻ കാർഡ്, തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോബ് കാർഡ്, കേന്ദ്ര തൊഴിൽ മന്ത്രാലയം നൽകിയ ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈവശം വേണം. ഇനി പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കും മുമ്പ് എന്ത് ചെയ്യണമെന്ന് നോക്കാം. വോട്ടർ സ്ലിപ്പ് കൈവശം കരുതുക. സ്ലിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ ബൂത്ത് പരിസരത്ത് തന്നെയുള്ള BLOയിൽ നിന്ന് അത് വാങ്ങാം. ബൂത്തിൽ കയറും മുമ്പ് മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ പ്രത്യേക സംവിധാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി ബൂത്തിൽ എത്തിയാൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ബൂത്തിൽ പ്രവേശിക്കുമ്പോൾ ഒന്നാം പോളിംഗ് ഉദ്യോഗസ്ഥന് വോട്ടർ സ്ലിപ്പ് കൈമാറുക. വോട്ടർ പട്ടികയിലെ പേരും തിരിച്ചറിയൽ രേഖകളും അദ്ദേഹം പരിശോധിച്ച് ഉറപ്പാക്കും. രണ്ടാം പോളിംഗ് ഉദ്യോഗസ്ഥൻ ഒരു സ്ലിപ്പ് നൽകിയ ശേഷം ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടും. ഒപ്പം ഒരു രജിസ്ട്രിയിൽ വോട്ടറുടെ ഒപ്പ് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടും. തുടർന്ന് മൂന്നാം പോളിംഗ് ഉദ്യോഗസ്ഥന്റെ അടുത്തെത്തുമ്പോൾ സ്ലിപ്പ് കൈമാറണം. മഷിയടയാളം അദ്ദേഹം പരിശോധിക്കും. തുടർന്ന് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പ്രവേശിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ ബാലറ്റ് യൂണിറ്റിൽ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് സമീപത്തുള്ള ബട്ടണിലോ ആരെയും താല്പര്യമില്ലെങ്കിൽ നോട്ട എന്ന ഏറ്റവും താഴെയുള്ള ബട്ടണിലോ അമർത്താം. അപ്പോൾ ചുവന്ന ലൈറ്റ് തെളിയുകയും ബീപ്പ് ശബ്ദം കേൾക്കുകയും ചെയ്യും. വോട്ട് ചെയ്തുവെന്ന് ഉറപ്പായി. ഉടൻ VVPAT യന്ത്രത്തിൽ നോക്കിയാൽ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് വ്യക്തമാകുന്ന സ്ലീപ്പ് കാണാം. സ്ലീപ്പ് 7 സെക്കൻഡ് ദൃശ്യമായ ശേഷം താഴത്തെ പ്രത്യേക അറയിലേക്ക് മറയും. വോട്ടെടുപ്പ് കഴിഞ്ഞു എന്നർത്ഥം. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.